എന്താ അവിടെ നിൽക്കുന്നത്? കേറി മാമോനെ ബാ. ബാമോനെ എന്താ വന്നത്? ഒന്നുമില്ല, ചുമ്മാ. എന്തായാലും ബാലയ്ക്ക് കളിക്കാൻ ഒരാളായല്ലോ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കളിക്കേണ്ടി വന്നേനെ. എന്നാ നിങ്ങൾ കളിക്കേ, ഞാൻ അകത്തോട്ട് പോട്ടെ. മോളെ അവൻ്റെ കൂടെ കളിക്കേട്ടോ. കളിക്കാം. കളിയൊക്കെ കഴിഞ്ഞ രണ്ടുപേരുടെയും. എന്നാ മോളെ അവനെ വിളിക്കും, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ എണീച്ചു വാ. മോനെ വീട്ടിലെ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എനിക്കറിയാം. ഇവള് പറഞ്ഞ പല കാര്യങ്ങളും എനിക്കറിയാം. സാരമില്ല, നമുക്ക് ലേശം ഭക്ഷണം കഴിക്കുന്നത് എന്താ. ബാ മോൻ ബാ. മോളെ അവളെ വിളിച്ചോണ്ട് വാ. മോളെ അവനെ ബാ. വേണ്ട ബാ, കഴിച്ചിട്ട് പോയാ മതി. ബാ കഴിച്ചിട്ട് പോയാ മതി. ബാ. നല്ല രുചിയുണ്ടല്ലേ? ആരാ ഉണ്ടാക്കിയേ? അമ്മയും മൂന്നും കൂടാ. ചോറിന്റെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോവേ. കുറച്ചുകൂടെ കഴിച്ചിട്ട് പോയപ്പോ നിങ്ങൾക്കറിയാവോ, ഞാൻ എത്ര നാളായി നല്ല രുചിയുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ടെന്ന് അറിയാമോ? എന്നും ഒരേ ഭക്ഷണം. ഞങ്ങളുടെ വീട്ടിൽ അതിനോട് രുചിയേ ഉള്ളൂ. നീ ഇങ്ങോട്ട് വരണേ, നമുക്കിനി ഒരുമിച്ച് കഴിക്കാം വല്ലപ്പോഴും ഒക്കെ. വേണ്ട, വരണം. നമുക്ക് വല്ലപ്പോഴും കഴിക്കും തിന്നൊക്കെ ചെയ്യാലോ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും ഒരു ബുദ്ധിമുട്ടിലും ആക്കരുതെന്ന്. അതേ ഞാൻ ചെയ്യും. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലടാ. ഇവിടെയുള്ള ഭക്ഷണം ഒരാൾക്കും കൂടെ കൊടുക്കുന്നതിനുണ്ട് അത്ര. എന്നാ ശരി, ഞാൻ പോട്ടെ. കുറച്ച് കളിച്ചിട്ട് പോകാം. വേണ്ട, ഞാൻ പോവാ. ശരി. മാമ, ഞാൻ പോവാ. പോവാൻ ഇറങ്ങിയോ? ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. എന്താ ഒരു വിഷമം? എന്തോ സംഗതി ഉണ്ടല്ലോ. എന്താ കാര്യം? പറ. ഒന്നുമില്ല. പറ. മോന്റെ മോൻ കണ്ടല്ലോ, അറിയാം. പറ, പരിഹാരം ഉണ്ടാക്കാം. പറ. ഒന്നുമില്ല. എന്തോന്ന് പറ, കാര്യം പറ. എന്തോന്ന് പറ. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറ. ഒന്നുമില്ല, ഞാൻ പോവാ. അതല്ല, എന്തോ വിഷമമുണ്ട് മനസ്സിൽ. എന്താ അമ്മയ്ക്ക് വയ്യായോ? പൈസക്കല്ല അത്യാവശ്യം ഉണ്ടോ? പൈസക്ക് അത്യാവശ്യമുണ്ട്, പക്ഷെ കടത്തി വേണ്ട. എന്തേലും ഒരു ജോലി ചെയ്യണം. അയ്യോടാ, നിനക്ക് എന്തിപ്പോ ജോലി ഇവിടെ? എന്ത് ജോലിയാ? ജോലി ഒന്നും ചെയ്യണ്ട, പൈസ തരാ. കുറച്ച് പൈസ തരാ. അങ്ങനെ വേണ്ട, എനിക്ക് കടമായിട്ടൊന്നും വേണ്ട. അമ്മ പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്ത് മാത്രമേ പൈസ വാങ്ങാവൂന്ന്. അത് നല്ല ചിന്താഗതിയാണല്ലോ. പക്ഷെ എന്ത് ജോലി ഇപ്പൊ തരാ? ഇവിടെ എന്ത് ജോലിയാ മോളെ? ഇപ്പൊ ഒരു ജോലി ഇല്ലല്ലോ ഇവിടെ കൊടുക്കാൻ. ഒരു കാര്യം ചെയ്യാം, ഒരു ജോലി പോരെ. ജോലി തരാം. ഈ കാറൊന്ന് കഴുകിയിടുവോ? ഓന് കഴിയുന്നോളൊന്ന് കഴുകിയിട്ടാ മതി. അപ്പൊ ജോലി ആയല്ലോ. വെറുതെ പൈസ മേടിക്കണ്ട, ജോലി ചെയ്ത് പൈസ മേടിച്ചാ മതി. ഓക്കെ, അവളോട് സഹായിക്കും കേട്ടോ. അമ്മ വണ്ടി മുഴുവനും കഴുകിയിട്ട്. അതെ, ജോലി ചെയ്തേ പൈസ മേടിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ജോലി ചെയ്യാൻ പറഞ്ഞത്. അതായത് മോനെ കൂടി ജോലി ചെയ്യിപ്പിച്ചതല്ല കേട്ടോ. ആയിരിക്കട്ടെ, എന്തിനാ ഈ പൈസ? ഇത് കൈവച്ചോ, ഇരിക്കട്ടെ. അല്ലെ ബാക്കി പൈസക്ക് അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാം കേട്ടോ. എന്തിനാ ഈ പൈസ? ഇപ്പോ കൊറേ നാളുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പറഞ്ഞോ. എനിക്കൊരു സൈക്കിൾ വാങ്ങണം. ഇപ്പൊ ഒരു സൈക്കിളിലാണ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് അല്ലേ? ബാക്കി പൈസക്ക് അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു കൊടുക്കണം അല്ലേ? ഓക്കെ, നമുക്ക് ശരിയാക്കാം കേട്ടോ. പോയിട്ടോ. ആരുമില്ലേ ഇവിടെ?
മോനെ ആരുമില്ലേ ഇവിടെ? വിശക്കുന്നേ. അയ്യോ ആരുമില്ലേ ഇവിടെ? മോനെ മോനെ എന്താ അമ്മേ? ഒരു ഇച്ചിരി ഭക്ഷണം തരുവോ? വിശന്നിട്ടാ. അമ്മ എവിടുന്നാ വരുന്നത്? അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഒരു ഇച്ചിരി ഭക്ഷണം മതി. അമ്മ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അമ്മ ഇവിടെ ഉള്ളതല്ലേ? ഭക്ഷണമാണോ വേണ്ടത്? എടേ എടേ, അമ്മയ്ക്ക് ഇച്ചിരി ചോറ് കൊടുത്തേ. അമ്മ ഇവിടെ ഇരിക്കേ. ബാ, അമ്മ ഇവിടെ ഇരിക്കേ. എടീ, ഇച്ചിരി ചോറ് കൊടുക്കേ. ഇനി വന്നേ. വാ. വേണ്ട, അവിടെ പൈപ്പ് കഴിക്കോ. അമ്മേ വയറ് നിറഞ്ഞോ? സന്തോഷമായോ? എന്നാ പോയിട്ട്. അമ്മയുടെ വീട്ടിലാരും ഇല്ലേ? മക്കളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകും. ഇന്നത്തെ ഒരു കാലം. സാരമില്ല, അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും തോന്നുമ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഭക്ഷണം ഇവിടുന്ന് കഴിക്കാം കേട്ടോ. അമ്മയുടെ വീട് എവിടാ? അമ്മമ്മക്ക് പൈസക്ക് വല്ല അത്യാവശ്യം ഉണ്ടോ? ഇല്ല മോനെ. ഞാൻ തരാം. മോന്റെ മനസ്സിലൊരു ആഗ്രഹമില്ലേ? അതിനു വേണ്ടിയല്ലേ ഈ പൈസ കൂട്ടി വെക്കുന്നേ? മോന്റെ ആഗ്രഹം പെട്ടെന്ന് നടക്കും. ഇതെങ്ങനെ അമ്മമ്മയ്ക്ക് അറിയാം? അത് നിന്റെ മനസ്സിന് നന്മയുണ്ട്, അതുപോലെ ഈ വീട്ടുകാരുടെ മനസ്സിന് നന്മയുണ്ട്. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ അമ്മമ്മ എന്തുവരും മുന്നോട്ട് പോയേ? ഞാൻ പോവാ. ഞാൻ അങ്ങോട്ടേക്ക് ചെയ്യണ്ട. പോകുന്ന ആളില്ല. സൈക്കിളോ? ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ, പുതിയൊരു സൈക്കിള്. ഓ അമ്മ എന്തിയേ? നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? എന്തിനാ അമ്മയെ വിളിക്കുന്നത്? വാ, പറയാം. ആരെയും വിളിക്കണ്ട. ഇത് ഞങ്ങളുടെ വക നിനക്കൊരു സമ്മാനം. നിന്റെ നല്ല മനസ്സിന് ഞങ്ങൾ തരുന്ന ഒരു സമ്മാനം. ഇത് നിനക്കുള്ളതായി സൈക്കിൾ. നിന്റെ മനസ്സിലെ ആഗ്രഹമായിരുന്നില്ല സൈക്കിൾ വേണമെന്ന്. അതായത് ഞങ്ങളങ്ങ് സാധിച്ചു തന്നു. ഈ സൈക്കിള് നിനക്കിരിക്കട്ടെ. മനസ്സിലായോ? നിനക്ക് പാവപ്പെട്ടുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടല്ലോ, ആ മനസ്സ് വലുതാ. അത് നീ വലുതായാലും നീ അത് അതുപോലെ തന്നെ കൊണ്ടു നടക്കണം. അതിനുള്ളൊരു പ്രതിഫലമാണ്, ഒരു സമ്മാനമാണ് ഈ സൈക്കിൾ. നല്ല കുട്ടിയായിട്ട് കൊണ്ടാണ്. ഓക്കെ? നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിനക്ക് എന്തുണ്ടെങ്കിലും അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി. നന്മ മാത്രമേ ചെയ്യാവൂ. നന്മയുടെ ഫലം നിനക്ക് കിട്ടും. അതാണ് കുഞ്ഞ്. നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അതിന്റെ ഫലം എന്തായാലും നിനക്ക് കിട്ടും. നിങ്ങൾ പൊക്കോട്ടെ. ഈ സൈക്കിൾ ആരും ആയിക്കോട്ടെ, നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിനക്ക് കിട്ടി. ഇനി വാ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഇത് നമ്മളൊക്കെ ഒന്ന് കേട്ടോ. അമ്മ വയ്യാതെ കിടക്കുന്നുള്ള വിഷമം ഒന്നും വേണ്ട. നമുക്ക് അതെല്ലാം പരിഹരിക്കാം കേട്ടോ.